ഹലോ ഓൾ, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സോനു ടിപിയും അഖിൽ സത്യനും കൂടി എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. ആൻഡ് ഈ സിനിമയുടെ മെയിൻ ഒരു സെല്ലിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സത്യനന്ദിക്കാട് ലാലേട്ടൻ കോംബോ വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അത് തന്നെയായിരുന്നു എന്നെ ഈ സിനിമയിലേക്ക് മെയിനായിട്ട് ആകർഷിച്ച ഒരു ഫാക്ടർ. ആൻഡ് പിന്നെ ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം ജസ്റ്റിൻ പ്രഭാകരൻ്റെ മ്യൂസിക്കാണ്. കിടിലം വർക്കാണ് നടന്നിരിക്കുന്നത്. കാരണം പല സീനുകളും ആ സീനുകളുടെയൊക്കെ ഒരു ഇമോഷൻ കണ്ടിരിക്കുന്ന ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മ്യൂസിക്കിന് ഭയങ്കര പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ സ്കോർ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാനായിട്ട് തിയേറ്ററിൽ. പിന്നെ ഇതിന് പറയാനുള്ളത് ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ്. വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ ഡയറക്ടർ ഓഫ് സിനിമാറ്റോഗ്രഫി അനു മൂത്തേടത്താണ്. ആൻഡ് ഈ സിനിമയിൽ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന ആർ രാജഗോപാൽ എന്ന് പറയുന്ന ആളാണ്. മൊത്തത്തിൽ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റോടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. നല്ല വർക്കായിരുന്നു. കാരണം ഇത് അത്രയ്ക്കൊരു സിനിമാറ്റിക് ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ റോബോട്ടിക് ആമോ വെച്ചിട്ടുള്ള കറക്കിയുള്ള ഷോട്ട് അങ്ങനത്തെ കൈൻഡ് ഓഫ് മേക്കിംഗ് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയല്ല ഇത്. ഇതൊരു സിമ്പിൾ സിനിമയാണ്. ഇതൊരു സിമ്പിൾ ഫാമിലി ഓറിയൻറ്റഡ് ഒരു ഫാമിലി മൂവിയാണ്. ഇപ്പോൾ ഇത് പക്ക ഒരു ഓണം ഫിലിം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഓണത്തിന് നമുക്ക് കുടുംബക്കാരെല്ലാവരുമായിട്ട് പോയി തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് 2.5 മണിക്കൂർ നമുക്ക് ലാലേട്ടൻ്റെ ഒരു ഭയങ്കര കുസൃതി തമാശ നമുക്കിഷ്ടമാണല്ലോ അതൊക്കെ. ലാലേട്ടൻ്റെ തമാശകൾ, ലാലേട്ടൻ്റെ ഒരു ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ കണ്ടിരിക്കാം. നല്ലൊരു ഹ്യൂമറിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷനും പറഞ്ഞു പോകുന്ന നല്ലൊരു സിനിമ തന്നെയായിട്ടാണിത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. പിന്നെന്താ പറയുക, നമ്മൾ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഫ്രെയിമുകളും നല്ല ലൊക്കേഷൻസും അങ്ങനെ മൊത്തത്തിൽ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇൻറ്റീരിയർ സീൻസ് ആണെങ്കിലും നല്ലതായിരുന്നു. എക്സ്റ്റീരിയർ സീൻസ് ആണെങ്കിലും നല്ലതായിരുന്നു. മൊത്തത്തിൽ അങ്ങനെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഈ സിനിമയുടെ മെയിനായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഇതിൽ ലാലേട്ടൻ ആസ് ഒബ്വിയസ് പുള്ളി ഏത് റോൾ കൊടുത്തു കഴിഞ്ഞാലും പുള്ളി നൈസാണ്, അറിയാമല്ലോ നമുക്ക്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ സംഗീതമുണ്ട്, നമ്മുടെ അമൽ ഡേവിസ്. സംഗീതം അടിപൊളിയായിരുന്നു. നമ്മുടെ പഴയ ഒരു ലാലേട്ടൻ ജഗതി കെമിസ്ട്രി ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അത് ഇന്നത്തെ കാലത്ത് സംഗീതമായിട്ടും ലാലേട്ടൻ ആ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് സംഗീത പടത്തിൽ അടിപൊളിയായിരുന്നു. ഇപ്പോൾ മച്ചാൻ്റെ പെർഫോമൻസ് കിടുമായിരുന്നു. ഒരു കോമിക് റിലീഫായിട്ടാണ് മച്ചാൻ പല സീനുകളിലും. അതായത് ചില സീനുകൾ ഭയങ്കര ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മച്ചാൻ്റെ ഒരു കോമഡി വന്ന് ആ സീനൊന്ന് ബാലൻസ് ചെയ്യും. അങ്ങനെ ഒരു കോമിക് റിലീഫായിരുന്നു സംഗീതിൻ്റെ പെർഫോമൻസ്. പിന്നെന്താ പറയുക, പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നെ കാസ്റ്റിൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ, മാളവിക മോഹൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കുറച്ച് ക്രിഞ്ചല്ലേ, ഇതിങ്ങനെയല്ലേ, കുറച്ചധികം കൂടിയിട്ടില്ലേ, ഇതൊരു പാസം ലെവലിലേക്ക് പോവുമോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ബാലൻസായി. എന്ന് വെച്ചാൽ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും അത് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ആ ക്യാരക്ടർ നല്ല രസമായിരുന്നു. അത് നന്നായിട്ട് തന്നെ മാളവിക മോഹൻ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംഗീത എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ഉണ്ട്, നമ്മുടെ വടക്ക് നോക്കിയ യന്ത്രത്തിലൊക്കെ അഭിനയിച്ച് ഭയങ്കര നല്ല രസമായിരുന്നു കാണാനും. അഭിനയവും നല്ല രസമായിരുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ അത് ആ ക്യാരക്ടറും നല്ല രസമുണ്ടായിരുന്നു. അതൊരു പെർഫോം ചെയ്ത് ചില ഇമോഷൻസ് കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, രസമുണ്ടായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. പിന്നെ ജനാർദ്ദനുണ്ട്, പിന്നെ നമ്മുടെ സിദ്ദിഖിക്കയുണ്ട്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ വേറെ. പിന്നെ ലാലു അലക്സ് ഉണ്ട്. ജനാർദ്ദൻ്റെയൊക്കെ 1-2 ഡയലോഗ് ഉണ്ട്, അത് രസമാണ്. ഒരു ഡയലോഗ്, പർട്ടിക്കുലർ ഡയലോഗ് 3 സ്ഥലങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു. അത് ഒരു ഫണ്ണായിരുന്നു അത് തിയേറ്ററിൽ കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് പിന്നെന്താ ഈ സിനിമയെ പറ്റി പറയുക, ഇത് ബേസിക്കലി ഒരു ഓണത്തിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫിലിം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സിനിമ ഉള്ളത്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വീഡിയോയിലും ഞാൻ ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അധികം വലിയ വലിയ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഫാമിലി മൂവി, ഒരു ടിപ്പിക്കൽ സത്യനന്ദിക്കാട് സിനിമയാണിത്. കാരണം വേറെ ബ്ലഡ് ഷെഡോ വയലൻസോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് കുടുംബസമേതം പോയി ടിക്കറ്റ് എടുത്ത് 2.5 മണിക്കൂർ ചില്ല് ചെയ്ത് രസിച്ച് കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് നമുക്ക് തിയേറ്റർ വിട്ട് സമാധാനത്തിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിനിമ. അങ്ങനെ തന്നെയായിട്ടാണ് സിനിമ ഒരു മാർക്കറ്റ് ചെയ്തിട്ടുള്ളതും. എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്ന് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ ഈ വീഡിയോയുടെ താഴത്തായിട്ട് ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആൾക്കാർ ചെല്ലട്ടെ. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് ആൾ കയറും. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ആക്ച്വലി കുറച്ച് ആൾ കുറവായിരുന്നു. ഞാൻ കണ്ടത് ഇവിടെ കൊച്ചിയിലാണ് കണ്ടത്. പക്ഷേ
ഒരു ലാലേട്ടൻ സിനിമയുടെ റിലീസിങ് ഡേറ്റിൻ്റെ അത്ര ഒരു ക്രൗഡ് ഉണ്ടായിരുന്നില്ല. കാരണം ബേസിക്കലി ഇതിൽ നിന്നാണ് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഫാൻസുകാർക്ക് അറിയാം. ഇതങ്ങനെ ഒരു ഫാൻസുകാർക്ക് ഓളം വെച്ച് ചിയർ ചെയ്ത് എന്താ പറയുക വിസിലടിച്ച് അങ്ങനെ കാണാനുള്ളൊരു സിനിമ അല്ല ഇത് ബേസിക്കലി. ഇതൊരു സാധാ സിമ്പിൾ മൂവിയാണ്. എനിക്ക് തോന്നുന്ന ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് സിനിമ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുമെന്നാണ്. കാരണം ലാലേട്ടനെ ഞാൻ സോ കോൾഡ് സ്ലീപ്പർ സെൽസ് ഓഡിയൻസ് ഉണ്ടല്ലോ ലാലേട്ടൻ്റെ, അവരെന്തായാലും ഇറങ്ങും ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും. കാരണം ഇങ്ങനത്തെ ഫാമിലി മൂവീസ് ലാലേട്ടൻ, വെൻ ഇറ്റ് കംസ് ലാലേട്ടൻ സത്യനന്ദിക്കാട് മൂവീസ് എന്ന് പറയുമ്പോൾ ഒരു രസമുണ്ട് അതിന്. അപ്പം അത് തിയേറ്ററിലേക്ക് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിനിമ നല്ലൊരു സിനിമയാണ്. സിനിമ ഒരിക്കലും വേറെ ഇതിൻ്റെ കൂടെ ഇറങ്ങിയ സിനിമകളോട് തട്ടിച്ചു നോക്കി സിനിമയെ താഴ്ത്തി കെട്ടേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. അനാവശ്യ ഡിഗ്രേഡിങ്ങുകളെല്ലാം ഒഴിവാക്കുക, നല്ല സിനിമകൾ എന്നും തിയേറ്ററിൽ വിജയിക്കട്ടെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാനിത് ഓൾറെഡി ഒരു തവണ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു സിനിമയുടെ വീഡിയോ കാണുമ്പോൾ ബൈ.